ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജിഹാദിസ്റ്റ് ഗവേണൻസ് ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്. എന്താണ് ഞാൻ ഈ വിഷയം പ്രസന്റ് ചെയ്യാനുള്ള കാരണം എന്നല്ലേ? അതിന്റെ റീസൺ ആണ്, പൊതുവെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഓർഗനൈസേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു സിമിലർ രീതിയിലാണ്, ഇവരെല്ലാവരും ഒരേപോലെയാണ്, ഇവരെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളാണ് എന്നൊക്കെ ഉള്ള ഒരു പൊതുവെ ഒരു ധാരണ ആളുകൾക്കുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ തീവ്രവാദ സംഘടനകളും അൽ ഖൈദ ആണെങ്കിലും ഐസിസ് ആണെന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇവരെല്ലാവരും എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തെറിക്കുക, ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോവുക പൊട്ടിത്തെറിക്കുമ്പോൾ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. ഈ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനും അതുപോലെ ഇതിലൊരു ന്യൂവാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ ടെററിസ്റ്റ് സംഘടനകൾക്കും അവരവരുടേതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അവർ ഗവേൺ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്, അവർ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്, അവർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതി ഡിഫറെന്റ് ആണ്. സോ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ന്യൂവാൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ടെററിസം എന്നുള്ളൊരു ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 9/11 കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ ഈ ടെററിസം എന്നുള്ള ടോപ്പിക്കിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയതും അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഈ 9/11 കഴിഞ്ഞതിന് ശേഷമാണ്. 9/11 കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്ന തീവ്രവാദ സംഘടനകളാണ് അൽ ഖൈദ, അതുപോലെ അവരുടെ വിങ് ആയിട്ടുള്ള അൽ ഖൈദ, അതുപോലെ അവരുടെ അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് എവിടേക്കെന്നുള്ളതെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ, യമൻ, സൊമാലിയ, അങ്ങനെ പലയിടത്തും അൽ ഖൈദയുടെ നെറ്റ്വർക്ക്സ് ഉണ്ട്. സോ അതിൽ ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഈ തീവ്രവാദ സംഘടനകളുടെ ഒക്കെ ഓർഗനൈസേഷണൽ ടൈപ്പ് ഡിഫറെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചില ഓർഗനൈസേഷൻസ് ഇൻസർജന്റ് ആയിരിക്കും, ചില ഓർഗനൈസേഷൻസ് മിലിഷ്യ ഫോം ചെയ്യും, ചില ഓർഗനൈസേഷൻസ് ഇതിന്റെ ഒരു ഹൈബ്രിഡ് ആയിട്ട് പൊളിറ്റിക്കൽ മിലിറ്ററി ഫോം ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനെ കവർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ താലിബാൻ, ഹയാത്ത് തെഹ്രീർ അൽ ഷാം, അൽ ഖൈദ, ഐസിസ്, അൽ ഷബാബ്, അറേബ്യൻ പെനിൻസുലയിൽ ഉള്ള അൽ ഖൈദ, അങ്ങനെ കുറച്ച് തീവ്രവാദ സംഘടനകൾ എടുത്തിട്ട് അതിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെയാണ് ഇവർ ഡിഫറെന്റ് ആവുന്നത്, എന്തൊക്കെയാണ് ഇവർ യുണൈറ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഡിസ്റ്റിങ്ഷൻ അറിഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയുന്നുണ്ടാവുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ടാവും. ജിയോ പൊളിറ്റിക്സിലാണെങ്കിലും നേച്ചർ ഓഫ് ടെററിസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാനം വരെ കാണാം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ടെററിസ്റ്റുകളുടെ ഒരു ത്രെഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് അറിയണം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലാൻഡ്സ്കേപ്പ്, ഇപ്പൊ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അഫ്കോഴ്സ് ഞാൻ ഇപ്പോഴത്തെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ ഒരു യുദ്ധം ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അത് ഇവിടെ ഇപ്പൊ തൽക്കാലം റെലവെന്റ് അല്ല. കറന്റ് അമേരിക്കയിൽ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ തുടങ്ങിയിട്ട് 20 വർഷത്തോളായി. സോ ഏതൊരു രാജ്യമാണെങ്കിലും അവരുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പോകുന്നത് കൗണ്ടർ ടെററിസത്തിനാണ് എന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന് നഷ്ടമാണ്. കാരണം നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കണം നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്. നമ്മുടെ GDP അനുസരിച്ചിട്ട് നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മൾ കൗണ്ടർ ടെററിസത്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ നേഷന്റെ എക്സിസ്റ്റൻസിനാണെങ്കിലും ആ നേഷന്റെ റിസോഴ്സസിനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കൗണ്ടർ ടെററിസത്തിലോട്ട് പോകുന്നത്? അത് അത്രയും ത്രെറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലെ? ഐഡിയലി ഏതൊരു രാജ്യത്തിന്റെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കൗണ്ടർ ടെററിസത്തിന് ഒരുപാട് ക്യാഷ് ഇറക്കുക എന്നുള്ളതല്ല. കാരണം നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, നമ്മളുടെ ഇൻകം ലിമിറ്റഡ് ആണ്. അത് റിസോഴ്സ്ഫുള്ളി ഏറ്റവും ആവശ്യമുള്ള പ്രൊജക്റ്റുകൾക്കാണ് അത് സ്പെൻഡ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മളുടെ കൗണ്ടർ ടെററിസം ടാക്ടിക്സ് വളരുന്നതോടുകൂടി തന്നെ ഈ ടെററിസ്റ്റുകളുടെയും തീവ്രവാദികളുടെയും ടാക്ടിക്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുന്നത് പോലെ അവരും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ നോക്കും. ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത കാര്യമാണ് ലഷ്കർ ഇ തയ്യബ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നത്, റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരും ഹൈടെക് ആയി. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം പൊതുവേ എന്തെങ്കിലും ധാരണ ഉണ്ടാവും, ആ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഒരു ഗുഹന്റെ ഉള്ളിൽ ഇരുന്നിട്ട്, ഞാൻ അങ്ങനെ SNL സ്കെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, തീവ്രവാദികൾ ഗുഹന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, ഇവരുടെ പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ എന്നൊക്കെ ചോദിച്ച് ഒരു പഴഞ്ചൻ രീതിയിൽ ഫ്ലിൻസ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷനൊക്കെ കണ്ട ആളുകൾക്കറിയാം. ആ ഒരു രീതിയിലാണ് ആൾക്കാർ ഇവരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഒരുപാട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയത് കാരണം തന്നെ അവർക്ക് കൂടുതൽ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്യാനും അതുപോലെ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും, സ്വന്തം നാട്ടിൽ നിന്ന് മാത്രമല്ല ഓൺലൈൻ വഴി വേറെ നാട്ടിലുള്ള ആളുകളെയും റിക്രൂട്ട് ചെയ്യാനൊക്കെ ഇവര് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് പറ്റുന്നുണ്ട്. സോ അവരുടെ ഒരു കേപ്പബിലിറ്റി ഒരു സ്റ്റേറ്റ് മനസ്സിലാക്കുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഓൺലൈനായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇവർക്ക് വെപ്പൺസിനാണെങ്കിലും ഇവരുടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ വെപ്പൺസ്, ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലോസീവ് ഡിവൈസസ്, അങ്ങനെയൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
സോ ഇവര് ചുരുക്കി പറഞ്ഞാൽ സയൻസിന് ഇന്നോവേഷൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ. അതുപോലെ അൽഖയ്ദയും ഐസിസും ഒക്കെ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും വേൾഡിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡന്റ് യൂസ് ചെയ്തിട്ട് അതൊരു പ്ലോ ആക്കിയിട്ട് ഉമ്മത്തിനെ യുണൈറ്റ് ചെയ്ത് ആൾക്കാരെ ഇതിലോട്ട് ആകർഷിക്കുക, നമ്മളെല്ലാവരും ആക്രമിക്കാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു നെറേറ്റീവ് ഉണ്ടാക്കി എടുത്തിട്ട് ഒരുപാട് ആൾക്കാരെ ഇതിലോട്ട് കൂട്ടുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആളെ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അത് ഊരിപ്പെരുപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കി കൂടുതൽ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ആ ഒരു ഇൻസ്റ്റൻസ് വെച്ച് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം ടാക്ടിക്കാണ്. ഇവരുടെ ഈ കുബുദ്ധി, ഇവരുടെ ഈ കാഞ്ഞ ബുദ്ധി തടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആണെങ്കിലും ഇപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് കൗണ്ടർ ടെററിസം ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ ഷിഫ്റ്റിംഗ് ജിയോ പൊളിറ്റിക്സിനോട് ഡൈനാമിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ മുമ്പുള്ള ശത്രു ആയിരിക്കില്ല ഇപ്പോഴത്തെ ശത്രു. കാരണം അതില് ജിയോ പൊളിറ്റിക്സിൽ ഫ്രണ്ട്സും ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്സും എനിമീസും ഒന്നുമില്ല. അപ്പോൾ ഓരോ നേഷന്റെ ജിയോ പൊളിറ്റിക്സ് ഷിഫ്റ്റ് ആവുന്നതോടുകൂടി നമ്മൾ കൂടുതൽ അലൈസ് ഉണ്ടാക്കുക, ചിലപ്പോൾ മുമ്പുള്ള അലൈസ് എനിമീസ് ആയിട്ട് മാറാം. അങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കൗണ്ടർ ടെററിസം ചെയ്യുമ്പോൾ. കൗണ്ടർ ടെററിസം എഫക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. സോ ഇതാണ് ഒരു കറന്റ് ടെററിസ്റ്റ് ത്രെറ്റ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് എന്നുള്ളത്. ഇനി ഞാൻ എൻ്റെ മെയിൻ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജിഹാദിസ്റ്റുകൾ ഭരിക്കുന്നത് എന്ന് വെച്ചാൽ ജിഹാദി ഓർഗനൈസേഷൻസ്, തീവ്രവാദ സംഘടനകൾ എന്തുകൊണ്ടാണ് ഭരിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നടത്തുന്നത്. അറേബ്യൻ പെനിൻസുലയിലുള്ള അൽഖയ്ദയും ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്നുള്ള രണ്ട് സംഘടനകളെ കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ജിഹാദിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഭരിക്കുന്നത് എന്നുള്ള പോയിന്റ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. യമനിലെ അറബ് സ്പ്രിംഗ് നടന്നപ്പം ആ ഒരു വാക്യൂമിലാണ് അൽഖയ്ദയുടെ ലീഡർ ആയിട്ടുള്ള നാസർ അൽ വാഹിഷി ഇപ്പോഴാണ് നല്ല പറ്റിയൊരു ചാൻസ് എന്ന് കണ്ടിട്ട് ഇസ്ലാമിക് എമിറേറ്റ് പടുത്തുയർക്കാനുള്ള ആഗ്രഹം കൊണ്ട് അൽഖയ്ദ സദേൺ യമനിൽ സ്റ്റാർട്ട് ചെയ്തത്. 2011 അറബ് സ്പ്രിംഗിന് ശേഷം ഒരുപാട് ജിഹാദിസ്റ്റ് ഓർഗനൈസേഷൻസ് ഈ സ്റ്റേറ്റ് നാശനഷ്ടമായതിന്റെ ചാൻസ് കണ്ടിട്ട് അവിടെ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് കണ്ടിട്ട് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് പടുത്തുയർത്താൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവരൊരു സ്ഥലം ഗവേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ കോൺട്രാക്ട് ബിൽഡ് ചെയ്യണം. ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളായിട്ട് ഒരു സോഷ്യൽ കോൺട്രാക്ട് ബിൽഡ് ചെയ്യണം. 2005 തൊട്ടിട്ട് തന്നെ ഈ എങ്ങനെ സോഷ്യൽ കോൺട്രാക്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഇവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2005 ഐമൻ അൽ സവാഹിരി എന്ന് നിങ്ങൾക്ക് ഐമൻ അൽ സവാഹിരിനെ അറിയാത്തവർ കുറവായിരിക്കും. അൽഖയ്ദയുടെ ലീഡറാണ്. സോ ഐമൻ അൽ സവാഹിരി അബു മുസൈബ് അൽ ജർക്കാവിക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഗവേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ സപ്പോർട്ട് വേണം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയുധം ജനമനസ്സാണ്. നമുക്ക് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയുധം ജനമനസ്സ് കീഴടക്കലാണ്. ജിഹാദിസ്റ്റുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഹൃദയവും മനസ്സും കീഴടക്കുക എന്നുള്ളതാണ്. ആൻഡ് അത് ചെയ്യൽ എങ്ങനെയാണ്? ഗവേണൻസ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട്, എന്ന് വെച്ചാല് ജനങ്ങളെ സർവീസ് ചെയ്യുക, ജനങ്ങളെ സഹായിക്കുക. വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, കറണ്ട് ഇല്ലാത്തവർക്ക് കറണ്ട് എത്തിച്ചു കൊടുക്കുക, വീൽ ചെയർ ഇല്ലാത്തവർ ഉന്തി കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ നന്മമരങ്ങളായിട്ട് പൊതുമധ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ അവരുടെ സപ്പോർട്ട് കിട്ടുള്ളൂ. ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവരെ ഭരിക്കാൻ പറ്റുള്ളൂ. ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവാണ് ഇത് പറയുന്നത്. സോ എന്റെ പ്രൈമറി ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ എന്തിനായിരിക്കും ഇവർക്ക് ഭരിക്കേണ്ടത്, എന്തിനാണ് ഇവർക്ക് ഭരണം വേണ്ടത്? അങ്ങനെ ജനമനസ്സ് കീഴടക്കിയിട്ട് അവരെ ഭരിച്ചാൽ മാത്രമേ അവർക്ക് ക്രെഡിബിലിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ലെജിറ്റിമസി, ഞങ്ങളാണ് ഭരിക്കേണ്ട ആൾക്കാർ എന്നുള്ളൊരു ലെജിറ്റിമസി അത് ക്രിയേറ്റ് ചെയ്യാൻ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ആൻഡ് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവരൊരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ അഥവാ ശരിയാലോ ബിൽഡ് ചെയ്യുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കുള്ളൂ. ജനങ്ങൾക്ക് തോന്നണം ഇവരാണ് കറക്റ്റ് ആയിട്ട് ഞങ്ങളെ ഭരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ എന്ന് തോന്നുമ്പോഴേ ശരിയാ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കുള്ളൂ. ഈ അൽഖയ്ദയുടെ പാത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഗവേണൻസ് ട്രാജക്ടറിയിൽ അൽഖയ്ദയും ഹയാത്ത് തെഹ്രീർ അൽ ഷാം, അത് സിറിയയിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, അവര് രണ്ടുപേരുടെയും ഈ ട്രാജക്ടറി ഡിഫറെന്റ് ആണ്. അറബ് സ്പ്രിംഗ് ഒരു തണലാക്കിയിട്ടാണ് യമനിലെ സദേൺ യമനിലെ അൽഖയ്ദ പൊന്തി വന്നത്. ആ സമയത്ത് അവർക്ക് ജനങ്ങളെ ഗവേൺ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഗവേൺ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സ് അവരുടെ അടുത്തില്ലായിരുന്നു. അത് അൽഖയ്ദയുടെ ഒരു ലീഡർ ആയിട്ടുള്ള അൽ ജുബൈർ ആദിൽ അൽ അബാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ലാക്ക് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ദാറ്റ് വുഡ് മേക്ക് അസ് ഏബിൾ ടു പ്രൊവൈഡ് സർവീസസ്. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് അൽഖയ്ദയുടെ ഒരു ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ അടുത്ത് ഗവേൺ ചെയ്യാനുള്ള റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രെങ്ത് എടുത്തിട്ട് ശരിയാലോ ഇംപ്ലിമെന്റ് ചെയ്യാനും ഉപയോഗിച്ചു. താലിബാന്റെ നിയമങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത്
ഈ ഹുദൂദ് പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമ്പോസിംഗ് ആയിട്ടുള്ള ശരിയാ നിയമങ്ങളാണ് ഹുദൂദിലും. എന്ന് വെച്ചാൽ കട്ടവന്റെ കൈവെട്ടുക. ഇപ്പൊ മൊറോക്കോയില് പഠിച്ചവനൊരു ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞൊരു ടീഷർട്ട് ഇട്ടതിന് ഒരു പെൺകുട്ടിന്റെ കൈ വെട്ടാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹുദൂദിലോ. അങ്ങനെ ഈ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് സൊസൈറ്റിയിൽ എൻഫോഴ്സ് ചെയ്യുക, ഇതായിരുന്നു അൽ ഖയ്ദയുടെ ഒരു മാർഗം. അതുകൊണ്ട് തന്നെ സദേൺ യമനിലുള്ള ആളുകൾക്ക് ഇവരെ മടുത്തു തുടങ്ങി. ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തി. അങ്ങനെ ഇവർ പവറിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. പിന്നെ 2015 ഇവർ ഇതേ സ്ഥലം വീണ്ടും പിടിച്ചടക്കിയപ്പം ഇവരുടെ അപ്രോച്ച് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്തു. ഇവർ പണ്ടത് അത്ര സ്ട്രിക്റ്റ് ആയില്ല. അവർക്ക് സ്ട്രിക്റ്റ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് കുറയും എന്ന് കണ്ടിട്ട് പതുക്കെ പതുക്കെ ഈ ശരിയാ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി. ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗവേണൻസ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തു. എന്നാൽ മാത്രമാണ് ഈ ജിഹാദിസ്റ്റ് പോളിസീസിന് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. 2016 മിലിറ്ററി ഇവരെ കീഴടക്കുന്നതിന്റെ ആ സമയം വരെ നാട്ടിലെ നിയമങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ശരിയാ നിയമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥ ശരിയാലോ ഹുദൂദ് പണിഷ്മെന്റ് അല്ലാണ്ട് ആ നാട്ടിൽ നിലനിന്നിരുന്ന കുറച്ച് നിയമങ്ങൾ എടുത്ത് ശരിയാലോ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഗവേണൻസിനായിട്ട് ജനങ്ങൾക്ക് വേണ്ട വെള്ളം, വൈദ്യുതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ആ സമയത്ത് നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതേ സമയം തന്നെയാണ് ഇവര് ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ നല്ല ഉണ്ണികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവര് ഒരുപാട് PR ക്യാമ്പയിനിങ് നടത്തിയത്. ഇവരുടെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള മസീറ ന്യൂസ് പേപ്പറിലും അതുപോലെ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് വെള്ളം കൊടുത്താൽ അത്, ജനങ്ങൾക്ക് ചായ കൊടുത്താൽ അത്, കഞ്ഞി കൊടുത്താൽ അത്, അങ്ങനെ എല്ലാം ട്വിറ്ററിൽ പബ്ലിഷ് ചെയ്ത് ഞങ്ങൾ നല്ലവരാണ്, അൽ ഖയ്ദ ഞങ്ങൾ ആളുകളുടെ തല വെട്ടിയാലും ഉള്ളിൽ ഞങ്ങൾ നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ സമയത്ത് ഒരുപാട് PR ക്യാമ്പയിൻസ് ഇറക്കിയിരുന്നു. ഇങ്ങനെയാണ് അൽ ഖയ്ദയുടെ ഗവേണൻസ് സ്ട്രാറ്റജി ഉള്ളത്. ഇനി ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ HTS തുടങ്ങുന്ന സമയത്ത് ഈ സംഘടനയുടെ പേര് ജബ്ഹത്ത് അൽ നുസ്ര എന്നായിരുന്നു. അവർ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ മിലിറ്ററി കൺസോളിഡേറ്റ് ചെയ്യുക. ആദ്യം തന്നെ ജനങ്ങളെ ഭരിക്കാനായിട്ട് ഗവേണൻസിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു, അതിന് അവർ പോയിട്ടില്ലായിരുന്നു. ആദ്യം കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാക്കുക, മിലിറ്ററി കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു 2012 തൊട്ടാണ് അവര് ഈ ഗവർണൻസിലോട്ട് ഇറങ്ങിയത്. അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഗവർണൻസിലോട്ട് ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പത്തെ എക്സാമ്പിൾസ്, ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചാൽ അവര് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങുന്ന അറിയുന്നുണ്ടാവും അവർ കുറച്ചും കൂടെ ഗവർണൻസിലോട്ട് ഇറങ്ങുന്നത്. ഈ HTSന്റെ ലീഡർ ആയിട്ടുള്ള അൽഷറ അബു മുഹമ്മദ് അൽ ജൗലാനി, ഇയാള് 2013 തൊട്ടിട്ട് തന്നെ പറയുന്ന കാര്യമാണ്, ജനങ്ങൾക്ക് സർവീസ് കൊടുത്തിട്ടും അവർക്ക് സാധനങ്ങൾ കൊടുത്തിട്ടും മാത്രമേ നമ്മൾക്കൊരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ അവരുടെ സപ്പോർട്ടോട് കൂടി എന്നാണ് അൽഷറ പറഞ്ഞിരുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ സപ്പോർട്ട് മാത്രമല്ല ഗവേണൻസിൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം, ഈ HTS അൽ ഖയ്ദയായിട്ട് പിരിഞ്ഞ് വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ വേറെ തന്നെ ഒരു ജിഹാദി സംഘടനയാണ്, ഞങ്ങൾ നിങ്ങളെ പോലെ ഒന്നല്ല, ഞങ്ങൾ കുറച്ചും കൂടെ നല്ലവരായ ഉണ്ണികളാണ് എന്നായിരുന്നു ഇവരുടെ ഒരു ക്ലെയിം. ഞങ്ങൾ ഒരു തേർഡ് പാരഡൈം ജിഹാദാണ്, കൺവെൻഷണൽ ജിഹാദ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ വേണം, ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ മൂവ്മെന്റ് നടത്തിയിരുന്നത്. അത് സക്സസ്ഫുൾ ആയി. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അൽഷേറയുടെ തലക്ക് millions of dollars ബൗണ്ടി ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പം ആള് ട്രംപിനെ മീറ്റ് ചെയ്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. $1 million വില പറഞ്ഞിരുന്ന തല ഇപ്പോ നല്ല Z-class പ്രൊട്ടക്ഷനോട് കൂടി നടക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം പോലെ തന്നെ US-ഉം കാനഡയും ഒക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇവരെ. 2021 റീസെന്റ് ആയിട്ട് അൽഷാർ കൊടുത്ത ഒരു ഇന്റർവ്യൂവില് ആള് പറയുന്നുണ്ട്, പീപ്പിൾ വുഡ് ഇമീഡിയറ്റ്ലി തിങ്ക് ദാറ്റ് HTS is a movement that engages only in fighting. They would never imagine that this movement is also capable of building or running institutions or country. ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന നാട്ടുകാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. 2012 ആകുമ്പോൾ അവർ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ രാജ്യം ഭരിക്കുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അതിന് കേപ്പബിൾ ആണ് എന്നാണ് 2021 കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. സോ ഇങ്ങനെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ ഗവേണൻസ് ട്രാജക്ടറി. അത് അൽ ഖയ്ദയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നമുക്ക് ആഫ്രിക്കയിലോട്ട് പോവാം. അവിടെ താരം അൽ ഷബാബ് ആണ്. ഹർക്കത്ത് അൽ ഷബാബ് അൽ മുജാഹിദീൻ, ശരിക്കും പറഞ്ഞാൽ അൽ ഷബാബ്. ഇവര് ഈ തീവ്രവാദ സംഘടന ഒറിജിനേറ്റ് ചെയ്തത് സൊമാലിയയിലാണ്. സൊമാലിയയില് അതോറിറ്റേറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് സിയാദ് ബാറെ 1991 പുറത്താക്കിയിട്ടാണ് അൽ ഷബാബ് പവർഫുൾ ആവാൻ തുടങ്ങിയത്. സാധാരണ പോലെ തന്നെ അവരുടെയും ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക. അവർ നിൽക്കുന്ന സ്ഥലം മാത്രം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കിയ പോരാ, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള സൊമാലി എത്നിക് മെജോറിറ്റി റീജിയൻസ് എല്ലാം ഇസ്ലാമിന്റെ അണ്ടറിൽ വരണം എന്നാണ് അവരുടെ ആഗ്രഹം. ഈ ഐഡിയ എവിടുന്നാണ് വരുന്നത് വെച്ചാൽ, ഒരു ഗ്രേറ്റർ സൊമാലിയ, അതായത് ഇപ്പൊ ഗ്രേറ്റർ തുർക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ആ ഒരു സെയിം സംഭവമാണ്. നമ്മളെ രാജ്യം നാഷണാലിറ്റി ഫീലിങ്സ് കുറച്ചൊക്കെ ഓവറായി രാജ്യം വ്യാപിപ്പിക്കണം, ഫുള്ള് ഇസ്ലാമിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. ഈ ഗ്രേറ്റർ സൊമാലിയ എന്ന് പറയുന്നത് അൽഷബാബിന് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല, അതുപോലെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഗ്രേറ്റർ സൊമാലിയ എന്നുള്ളത്. ആൻഡ് ഇവരുടെ പ്രയോറിറ്റി ആക്കി ഇവർ കൊണ്ടു നടക്കുന്നത് സിവിൽ ഗവേണിംഗ് ആണ്. ഇതാണ് ഇവരൊരു മെയിൻ ഗോൾ ആയിട്ട് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, അതുപോലെ സ്റ്റേറ്റ് ഗവേൺ ചെയ്യുന്നത്. 2008 ആകുമ്പോഴത്തേക്കും ഇവർ ഒരുപാട് സ്ഥലങ്ങൾ കീഴടക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവരുടെ ലീഡേഴ്സ് ആ നാട് മുഴുവൻ നടന്നിട്ട് പ്രസംഗിച്ചിരുന്നു, ഞങ്ങളൊരു പുതിയ ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരും. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ത് ലോ ആൻഡ് ഓർഡർ ആണെന്ന്. ശരിയാലോ, അതും നേരത്തെ പറഞ്ഞ പോലെ ഹുദൂദ് പണിഷ്മെന്റ്, സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ്, കട്ടവന്റെ കൈവിട്ട, അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ്. അത് പടച്ചവന്റെ നിയമം, ശരിയ അൽ റഹ്മാൻ എന്ന് പറഞ്ഞൊരു സംഭവം നാട്ടില് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സ്ട്രിക്റ്റ് പണിഷ്മെന്റ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇവരുടെ ഇൻസർജന്റ് സോൾജേഴ്സ് ആയിട്ടുള്ള അവരും വേറൊരാൾ കൊന്നു കഴിഞ്ഞാൽ അവർക്കും ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. അൽഷബാബ് സോൾജേഴ്സ് ആയത് കാരണം ഇവർ ഈ ശരിയ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, ഇവർക്കും ശിക്ഷയുണ്ട്. അതുപോലെ കുറച്ച് അൽഷബാബ് സോൾജേഴ്സിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതൊക്കെ ആയിട്ട് വാർത്ത വന്നിരുന്നു. അതുപോലെ ഈ അൽഷബാബ് മെമ്പേഴ്സിനെതിരെയുള്ള കംപ്ലൈൻസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു അൽ മസലിം കോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവര് ചരിത്രം ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയും ഇവരുടെ ശരിയ നിയമങ്ങളും യഥാർത്ഥ ഇസ്ലാമും ഒക്കെ ഇവർ തന്നെ നടത്തുന്ന ഒരുപാട് സ്കൂളുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വഴിയും ട്രെയിനിങ് ക്യാമ്പ്സ് വഴിയൊക്കെ ഇവര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇവരുടെ ഈ സെയിം വിഷം കുത്തിവെക്കണം. ഇവർ ഈ എഡ്യൂക്കേഷണൽ ക്യാമ്പ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് സിവിലിയൻസിനും കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചാണ്. അൽ ഖയ്ദയും അൽഷബാബും ഹയാത്ത് തഹ്രീറും ഗവേൺ ചെയ്യുന്ന രീതിയും അവർ വർക്ക് ചെയ്യുന്ന രീതിയും നമ്മൾ നോക്കി. ഇനി ഹസ്ബുള്ള എങ്ങനെയാണ് ഗവേൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ്, അതിൽ നിന്നൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. ഇവരുടെ രീതി എന്താന്ന് വെച്ചാൽ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഹസൻ നസറുള്ള, അയാളെ 2024 ഇസ്രായേൽ അടിച്ചിട്ടു. പക്ഷെ അത്രയും കാലം, ഒരു 32 കൊല്ലം അയാളായിരുന്നു ലെബനൻ ഭരിച്ചുകൊണ്ടിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ സ്ട്രക്ചറിന്റെ പാരലൽ ആയിട്ട് ഒരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ടാക്കി വെക്കുക. അതായിരുന്നു ഇവരുടെ ഒരു സ്ട്രാറ്റജി. ഒരു പാരലൽ ഷാഡോ ഗവേണൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ലെബനന്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വീക്ക് ആക്കിയിട്ട് അതിന്റെ പാരലായിട്ട് ഇവര് റൺ ചെയ്യുക. ആൻഡ് ഈ സിസ്റ്റം സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ സപ്പോർട്ട് നെറ്റ്വർക്ക്സ്. ഹെസ്ബുള്ളയുടെ ബാക്കിങ്ങിന് വേണ്ടിയിട്ട്, ഹെസ്ബുള്ളയെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സോഷ്യൽ പ്രോഗ്രാമിങ്ങിനും ഇവരെ മതം വളർത്താൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ഫണ്ട് ചെയ്യും. ആൻഡ് ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഇവർ യഥാർത്ഥ ഗവൺമെന്റ് ഇല്ല, ഇവരൊരു ഷാഡോ ഗവൺമെന്റ് ആണല്ലോ. സോ ഈ ഷാഡോ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ പറയും ഇതിന് ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, കാരണം ഞങ്ങൾ യഥാർത്ഥ ഗവൺമെന്റ് അല്ലല്ലോ. പക്ഷെ നല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ ആ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യും. നല്ലൊരു പൊസിഷനാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്, ഒരു ഷാഡോ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ. കാരണം എന്ത് പ്രശ്നം വന്നാലും ഇവർ കൈയെടുക്കും, കാരണം ഞങ്ങൾ ഗവൺമെന്റ് അല്ല, അങ്ങനെ പറയും. ഇവർക്ക് ലെബനന്റെ പാർലമെന്റിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ടെങ്കിലും ഇവരെ നമുക്ക് ലെബനന്റെ ഒഫീഷ്യൽ ഗവേണിംഗ് അതോറിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എന്നാൽ തീരെ അക്കൗണ്ടബിലിറ്റി ഇല്ല. അതുമാത്രമല്ല ഇവരൊരു ഇൻഡിപെൻഡന്റ് മിലീഷ്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലെബനീസ് സൊസൈറ്റിയിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഇവരുടെ ആക്ടിവിറ്റീസിനെ ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ മണി ലോണ്ടറിങ്, അതുപോലെ ഡൊമസ്റ്റിക് NGO വെച്ചിട്ടുള്ള മണി ലോണ്ടറിങ് ചെയ്യുക. ആൻഡ് ഈ ഇല്ലീഗലായിട്ട് വരുന്ന ക്യാഷ് ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നത് ഇവരുടെ ഒരു ഷാഡോ എക്കണോമി എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് രീതിയിലല്ല, ഇവരുടെ ഷാഡോ ആയിട്ട് ഇവർ പൈസ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്യാഷ് വെച്ചിട്ടാണ് ഇവരുടെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതും കൂടുതൽ ആൾക്കാരെ ഇവരുടെ സംഘടനയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നതും. ഈ പൈസ വെച്ചിട്ടാണ് ഇവരുടെ മിലിറ്ററി ഓപ്പറേഷൻസിന് ഇവർ ഫണ്ട് ചെയ്യുന്നത്. ഈ നസറുള്ളയും കൂട്ടരും ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ദീനിന് വേണ്ടിയിട്ടാണെന്ന് പറയാം, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറയാം. ആ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് യൂസ് ചെയ്തിട്ട് ലെബനനിലുള്ള ഷിയ കമ്മ്യൂണിറ്റിനെ കൂട്ടുപിടിക്കുക. ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം ജനങ്ങളെ കൂട്ടുപിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി. ഹിസ്ബുള്ള ഇങ്ങനെ പവർഫുൾ ആവാൻ കാരണം എന്ന് വെച്ചാൽ തായിഫ് അക്കോർഡിന് ശേഷം ആംസ് റിട്ടേൺ ചെയ്യാൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു സംഘടന ഇവരായിരുന്നു. ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഇവര് കയറി വന്നത്. ഇപ്പൊ ഇതിന്റെ ലീഡർ ഹസൻ നസറുള്ള വളരെ നല്ല രീതിയിൽ അറബിക് സംസാരിക്കുന്ന ഒരാളാണ്, വളരെ നല്ലൊരു ഓറേറ്റർ ആണ്. അയാളുടെ സംസാര ശൈലിയും ഇയാളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറബിക്കൊക്കെ കാരണം കുറെ ആൾക്കാർ ഇയാളെ സംഘടനയിലോട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഹെസ്ബുള്ളയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യണം, കാരണം ഒരുപാട് പറയാനുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവരുടെ നെയ്ബർ ആണല്ലോ ഇസ്രായേൽ. സോ ഇവർ ഇസ്രായേലിന്റെ ബോർഡർ എപ്പോഴും വയലേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഹസൻ നസറുള്ള ഒരു ദിവസം ഇസ്രായേലിലോട്ട് ഒരു റോക്കറ്റ് വിട്ടു. പക്ഷെ അത് ആൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല കൊണ്ടത്, ചിക്കനെ വളർത്തുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ റോക്കറ്റ് വന്ന് വീണത്.
അപ്പൊ പിന്നെ ഈ ലെബനന്റെ ജനങ്ങൾ ഇയാളെ ഹെസ്ബുല്ല ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് KFCന്റെ പകരം കേണൽ സാൻഡേഴ്സിന്റെ മുഖത്തിന് പകരം ഇയാളുടെ മുഖമൊക്കെ വെട്ടിവിട്ടിച്ച് നന്നായിട്ട് ആൾക്കാർ ആ സമയത്ത് ഇരുന്ന് ട്രോൾ ചെയ്യുന്നു ഹെസ്ബുല്ല ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. സോ ആളെന്തായാലും ഇസ്രായേൽ വന്ന് തട്ടിക്കളഞ്ഞു. ഇവരുടെ ചില ഹോബികളാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും ബോംബ് പൊട്ടിക്കുക. ഫോർ എക്സാമ്പിൾ 2024 4 UN പീസ് കീപ്പേഴ്സ് റോഡ് സൈഡ് ബോംബ് കാരണം, ഹിസ്ബുള്ള വെച്ച റോഡ് സൈഡ് ബോംബ് കാരണം മരണപ്പെട്ടു. അതുപോലെ 2022 ഒരു ഐറിഷ് പീസ് കീപ്പർ ആയിട്ടുള്ള ഷോൺ റൂണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഡിസംബർ 2022 ഇവർ കൊന്നു. അവർ ഹോബിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ജസ്റ്റ് ഫോർ ഹൊറർ ഇവർ ഇതൊക്കെ ചെയ്യും. ഹിസ്ബുള്ള ആദ്യം സെർവ് ചെയ്യുന്നത് ഇറാനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം ജനങ്ങളെ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം തന്നെ അവര് ലെബനീസ് ഗവൺമെന്റിന് അവരുടെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുത്തിട്ടില്ല. മാക്സിമം അത്രയും നല്ലൊരു രാജ്യം, അത്രയും മതസൗഹാർദ്ദം നിലനിന്നിരുന്ന വളരെ നല്ലൊരു രാജ്യം കുട്ടിച്ചോറാക്കിയത് ഈ ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഒരുപാട് പറയാനുണ്ട്. ഈ ഹസൻ നസറുല്ലയുടെ തുടക്കം, അവരെങ്ങനെയാണ് ആ നാട്ടിൽ നിലനിന്നിരുന്ന പ്രൈം മിനിസ്റ്ററെ കൊന്നത് എന്നുള്ളതൊക്കെ, അത് വലിയൊരു വീഡിയോ ആണ്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഇനി ഗവർണൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എക്കണോമി ആണല്ലോ. ഈ തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് എക്കണോമി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ ഞാൻ 2 എക്സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റും IS അതുപോലെ താലിബാനും. ഈ സെലഫി ജിഹാദിസ്റ്റ് ഐഡിയോളജിയും ഇന്റർനാഷണൽ എക്കണോമിക് പോളിസീസും ഒരിക്കലും ഒരു കുടക്കീഴിൽ പോവില്ല. ഇസ്ലാമിക് ഫൈനാൻസിങ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ കോൺവെൻഷൻസിനൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് റിജക്ട് ചെയ്യാം. ചില രാജ്യങ്ങൾ ശരിയ കോംപ്ലൈന്റ് ആണ്, ഞങ്ങൾ ഇസ്ലാമിക് ഫൈനാൻസ് ആണ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇസ്ലാമിക് ബാങ്കിങ് അസറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $1.8 ട്രില്യൺ വർത്താണ്. അതും ഇന്റർനാഷണൽ നോംസ് പാലിച്ചുകൊണ്ടുള്ളത്. അപ്പൊ പേരിന് മാത്രം ഒരു ഇസ്ലാമിക് ഫൈനാൻസും സംഭവത്തോട് അടുക്കുമ്പോൾ നല്ല അടിപൊളി ഇന്റർനാഷണൽ ലോസ് ഒക്കെ പാലിച്ചിട്ടുള്ള ക്യാപിറ്റൽ ബിൽഡിംഗ്. IS ഒരുപാട് പ്രോപ്പഗൻഡ് ഇറക്കിയിട്ടുണ്ട് വെസ്റ്റേൺ ഫൈനാൻഷ്യൽ നോംസിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ളത്. എന്നിട്ട് അതിന് പകരം അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നബിയുടെ കാലത്തുള്ള ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങൾ തിരികെ കൊണ്ടുവരണം, അങ്ങനെയാണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ അവരുടെ അൽ നബ എന്നുള്ളൊരു പീരിയോഡിക്കലിൽ അവർ എഴുതിയ ഒരു സംഭവമാണ്. ഈ വെസ്റ്റേൺ സൊസൈറ്റി അവരൊരു പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ട് അതിന് അവരൊരു വാല്യൂ അസൈൻ ചെയ്യും. എന്നിട്ട് ആ വാല്യൂ അവർക്ക് തോന്നിയ പോലെ വേറെ ഏതെങ്കിലും പേപ്പർ കറൻസി പ്രിന്റ് ചെയ്തിട്ട് ആ കറൻസിയോട് വാല്യൂ കമ്പയർ ചെയ്യും. ഇതാണ് പൈസ. അപ്പൊ പൈസ എന്നുള്ള കാര്യം റിയൽ അല്ല, ഇവർക്ക് തോന്നിയ പോലെ ഒരു പേപ്പർ അച്ചടിക്കാണെന്നാണ് ഇവരൊരു പീരിയോഡിക്കലിൽ എഴുതിയത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകാൻ മടിയൊക്കെയുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. കാരണം സ്കൂളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളൊക്കെ മാസികയിലൊക്കെ ചിലപ്പം ഭാവിയിൽ കുട്ടി വലുതാകുമ്പോൾ എഴുതും. അത് കാരണം മക്കളെ സ്കൂളിൽ വിടുക. അതുപോലെ ഇവർ വിളിക്കുന്നത് വെസ്റ്റേൺ ഗവൺമെന്റ്സിന് ഇൻഫിഡൽ ഗവൺമെന്റ്സ് എന്നാണ്. കാരണം അവരാണ് അവരുടെ ക്യാഷ് ഇറക്കിയിട്ട് ലോകം മുഴുവൻ നശിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി എക്കണോമിക്സ് ആണ് ഇവർ സ്വപ്നം കണ്ടത്, പ്രത്യേകിച്ച് IS. അതായിരുന്നു ഇവരുടെ ഒരു മെയിൻ ക്യാമ്പയിൻ. അവര് ഫിയറ്റ് കറൻസി റിജക്ട് ചെയ്യുക, അതുപോലെ എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് സ്വർണത്തിലോട്ടും വെള്ളിയുടെ നാണയങ്ങളിലോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ റാഡിക്കൽ ഐഡിയ. പക്ഷെ പറച്ചിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രവൃത്തിയിൽ നേരെ വിപരീതമാണ്. ഇവര് ഹെവിലി ഫോറിൻ കറൻസി റിലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്? ഇവരുടെ ഓപ്പറേഷൻസ് ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് ഇവർ ടാക്സേഷൻ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും സ്മഗ്ലിംഗ് ആണെങ്കിലും വേറെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവർക്ക് ഫോറിൻ കറൻസി യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവര് ജനങ്ങൾ വേണമെങ്കിൽ സ്വർണം വെള്ളി നാണയങ്ങൾ യൂസ് ചെയ്തോട്ടെ, ഞങ്ങൾ ഇന്റർനാഷണൽ കറൻസി യൂസ് ചെയ്യും. അവര് പബ്ലിക്കായിട്ട് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഓർഡർ ഒക്കെ റിജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ഇവർ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. താലിബാന്റെ കേസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അവർ പവറിൽ വരുമ്പോൾ തന്നെ അവർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫങ്ഷനിങ് സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ അവർക്ക് ഓൾറെഡി ഒരു നാഷണൽ കറൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഓർഡറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അവർക്കും ഇതുപോലെ വെസ്റ്റേൺ ഫൈനാൻഷ്യൽ ഓർഡറിനോട് താല്പര്യമില്ല എന്ന് അവർ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഭാവിയിൽ ഇസ്ലാമിക് ബാങ്കിങ് കൊണ്ടുവന്നിട്ട് ഇൻട്രസ്റ്റ് ബാൻ ചെയ്യണം എന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്, അതുപോലെ ഫ്രോസൺ അസറ്റ്സ് ഉണ്ട്, പിന്നെ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ നിലക്കും. അതൊന്നും കാരണം ഇവർക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ഫൈനാൻസിങ് അവരുടെ നാട്ടിൽ നടത്താൻ കഴിയുന്നില്ല. 2 എക്കണോമിക് ഓർഡേഴ്സും കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തീവ്രവാദ സംഘടനകൾക്ക് ആഗ്രഹമുണ്ട്, ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഓർഡർ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി ലോസ് അംഗീകരിക്കേണ്ടി വരും. അതാണ് ഡാർക്ക് റിയാലിറ്റി. അങ്ങനെ ഗവേൺ ചെയ്താൽ മാത്രമേ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഒരു ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ടാണെങ്കിലും
ജനങ്ങളുടെ സപ്പോർട്ട് നേടുന്നതിനാണെങ്കിലും ഇന്റർനാഷണലി അക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു പ്രോപ്പർ ഗവൺമെന്റ് അതോറിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ എന്ത് ലക്ഷ്യങ്ങളായിക്കോട്ടെ, ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെ എന്ത് ലക്ഷ്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ കറങ്ങി തിരിഞ്ഞു വരുന്നത് ഇന്റർനാഷണൽ നോംസ് ഫോളോ ചെയ്യേണ്ടി വരുന്നതാണ് അവസാനം നമുക്ക് കാണേണ്ടി വരുന്നത്. സോ ഇതുകൊണ്ടൊക്കെയാണ് ഈ ജിഹാദി സംഘടനകൾ ഗവേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഈ പ്രസന്റേഷൻ കൊണ്ട് പഠിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും എന്ന് കരുതുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.